ഈ ഒരു റൂമിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ മെയിൻ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് മൈക്ക സീലിംഗ് ചെയ്തിരിക്കുന്നതാണ്. ജിപ്സം സീലിംഗ് ഇതിൻ്റെ കോർണറിൽ ഒരു കോവ് ഡിസൈനായിട്ട് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് റെസിസ്റ്റഡ് ലൈറ്റ്സ് ആയിട്ടുള്ള COB ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു റൂമിൻ്റെ സെൻറ്ററിലായിട്ട് ഒരു മൈക്ക ഗ്രൂ ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. അതിനകത്തും നമ്മൾ റെസിസ്റ്റഡ് ആയിട്ടുള്ള COB ലൈറ്റ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മൾ ഈ ബെഡ്റൂമിൻ്റെ ഒരു മെയിൻ വോള് ഹൈലൈറ്റ് ചെയ്ത് ടെക്സ്ചർ പെയിൻറ് ചെയ്ത് ഗ്രൂ ഡിസൈൻസും കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ സെൻറ്ററിലൊരു വളരെ മനോഹരമായിട്ടൊരു ലൈറ്റ് കൊടുത്ത് ഈ ഒരു റൂമിൻ്റെ ബ്യൂട്ടി എൻഹാൻസ് ചെയ്തിട്ടുണ്ട്. കിങ് സൈസ് കോട്ടാണ് യൂസ് ചെയ്തിട്ടുള്ളത്. കിങ് സൈസ് കോട്ടിന് അപ്പോൾസ്റ്ററി ചെയ്തിട്ടുണ്ട്. 2 സൈഡിലും സൈഡ് ടേബിൾസ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ടാണ് 2 വിൻഡോസ് വരുന്നത്. അത് നമ്മൾ പാനൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ കോട്ടിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഈ കോട്ട് ഒരു ഹൈഡ്രോളിക് യൂണിറ്റ് ഇൻസ്റ്റോൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ താഴെ ഒരു വലിയൊരു സ്റ്റോറേജ് സ്പേസ്, നമുക്ക് കംഫർട്ട്സോ ബെഡ്ഷീറ്റ്സോ എല്ലാം മടക്കി വെക്കാൻ, ഫോൾഡ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് വലിയൊരു സ്റ്റോറേജ് സ്പേസും ഈ ബെഡിൻ്റെ താഴെ, ഈ കോട്ടിൻ്റെ താഴെ നമുക്ക് കിട്ടുന്നതാണ്. ഈ ഡ്രസ്സിങ് ഏരിയയിൽ നമ്മളൊരു മിറർ കൊടുത്തിട്ടുണ്ട്. അതിനൊരു ലൈറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. 2 ഡ്രോയേഴ്സും കൊടുത്തിട്ടുണ്ട്. അതിനോട് ചേർന്ന് തന്നെ ഓപ്പൺ ബോക്സസ് കൊടുത്തിട്ടുണ്ട്. ചെറിയ മേക്കപ്പ് ഐറ്റംസോ അല്ലെങ്കിൽ ക്യൂരിയസോ ഒക്കെ വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഓപ്പൺ ബോക്സസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിനോട് ചേർന്ന് തന്നെ ഒരു 3 ഡോർ വാർഡ്രോബും ലോഫ്റ്റും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ വാർഡ്രോബ്സ് ചെയ്യുമ്പോൾ പ്ലെയിൻ ആയിട്ടുള്ള ഒരു മൈക്കോ അല്ലെങ്കിൽ പ്ലെയിൻ ആയിട്ടുള്ള ലാമിനേറ്റ്സോ സെലക്ട് ചെയ്യുന്നതിന് പകരം ഒരു 2 ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് സെലക്ട് ചെയ്തിട്ട് ഇങ്ങനെ എന്തെങ്കിലും ഒരു ഡിസൈൻസ് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ആ ഒരു വാർഡ്രോബിന് നല്ല ക്ലാസി ലുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും.